അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അടുപ്പിൽ തീ കത്തുന്നത് അങ്ങനെ സ്വപ്നം കാണാണ്. അതിൻ്റെ വ്യാഖ്യാനം എന്തായിരിക്കും? അടുപ്പിൽ നിന്ന് അങ്ങനെ തീ കത്തുക. ഇതിനെക്കുറിച്ചിട്ട് ഇമാം നാബൽസി എന്നവർ അവിടുത്തെ ഒരു കിതാബിൽ പറയുന്നുണ്ട്. എന്താണ് പറയുന്നത്? ഒരാൾ അടുപ്പ് കത്തുന്നതായിട്ട് സ്വപ്നം കണ്ടാൽ അതിൻ്റെ വ്യാഖ്യാനം അവൻ്റെ മുതലിൽ നിന്ന് അവന് ലാഭം കിട്ടുമെന്നാണ്. അവൻ്റെ സമ്പത്തിൽ നിന്ന്, അവൻ്റെ ബിസിനസ്സിൽ നിന്ന്, കച്ചവടത്തിൽ നിന്നൊക്കെ അവനക്ക് എന്താകും? ലാഭം കിട്ടും. പിന്നെയോ ശരീരത്തിനാൽ അവനക്ക് എന്തുണ്ടാകും? ഉപകാരം ഉണ്ടാകും. നമ്മുടെ ശരീരം കൊണ്ട് നമുക്ക് തന്നെ എന്തുണ്ടാകും? ഉപകാരങ്ങൾ ഉണ്ടാകും. അപ്പോൾ അടുപ്പിൽ നിന്ന് തീ കത്തുന്നത് കണ്ടാൽ നമ്മളെ വീട് തീ പിടിക്കുന്നെന്നോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അപകടങ്ങൾ സംഭവിക്കുന്നെന്നോ എന്നല്ല അതിൻ്റെ വ്യാഖ്യാനം. നല്ല വ്യാഖ്യാനം തന്നെയാണ് വ്യാഖ്യാതാക്കളായ പണ്ഡിതന്മാരിൽപ്പെട്ട മഹാനായ ഷെയ്ഖ് ഇമാം നാബൽസി എന്നവർ അവിടുത്തെ കിതാബിൽ പറഞ്ഞത്. ഒരാൾ അടുപ്പിൽ തീ കത്തുന്നത് സ്വപ്നം കണ്ടാൽ അതിൻ്റെ വ്യാഖ്യാനം അവൻ്റെ മുതലിൽ നിന്ന് അവന് ലാഭം കിട്ടും, മാത്രമല്ല അവൻ്റെ ശരീരത്തിന് അവനിക്കുന്നുണ്ടാകും ഉപകാരവും കിട്ടുമെന്നാണ് നമ്മെ പഠിപ്പിച്ചു തരുന്നത്. അപ്പോൾ സ്വപ്നം എന്ന് പറയുമ്പോൾ നമ്മൾ വെറുതെ ഒരു വ്യാഖ്യാനങ്ങൾ പറയുന്നതല്ല. മഹാരഥന്മാരായ പണ്ഡിതന്മാർ, വ്യാഖ്യാതാക്കളായ പണ്ഡിതന്മാർ കിതാബുകൾ നോക്കി, ഹദീസുകൾ നോക്കി, ഖുർആൻ നോക്കിയിട്ടാണ് അതിൻ്റെ വ്യാഖ്യാനങ്ങൾ രേഖപ്പെടുത്തുന്നത്. പക്ഷേ നമ്മൾ ഈ സ്വപ്നങ്ങൾ കണ്ടാൽ തന്നെ അതിൻ്റെ വ്യാഖ്യാനം ഉള്ളതുപോലെ തന്നെ നടന്നു കൊള്ളണമെന്നുമില്ല. കാരണം നമ്മൾ ഏത് സമയത്താണോ സ്വപ്നം കാണുന്നതെന്ന് നോക്കണം. സ്വപ്നത്തിന് അതിൻ്റേതായ സമയങ്ങളുണ്ട്. ആ സമയത്ത് കണ്ട സ്വപ്നങ്ങൾ മാത്രമേ ഫലിക്കുകയുള്ളൂ. പിന്നെ സ്വപ്നം കണ്ടാൽ തന്നെ ആ സ്വപ്നം നമ്മൾ മറ്റുള്ളവരുമായിട്ട് എന്താക്കാൻ പാടില്ല, പങ്കുചേരാനും പാടില്ല, മറ്റൊരാളോടും പറയാനും പാടില്ല എന്നും ഒരു നിയമം ഇതിനുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുപോലത്തെ വീഡിയോസ് നിങ്ങൾക്ക് ദിനവും ലഭിക്കാനായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് വീണ്ടും കാണാം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.